നമ്മൾ അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം റിലേറ്റ് ചെയ്യുന്നത് ബോംബെ അണ്ടർവേൾഡ്, ഏറ്റവും വലിയ അണ്ടർവേൾഡ് നമ്മൾ കേട്ട് പേടിച്ച മറ്റേ വലിയ ഡോണുകളൊക്കെ ഉള്ളത് ധാരാവിയിലാണ്. അപ്പോൾ അവര് രംഗണ്ണനൊന്നും അവിടെ വന്നിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണും എന്ന രീതിക്കാണ് ആ ലൈൻ അപ്രോച്ച് ചെയ്തത്. അവിടെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ആക്ച്വലി ചെയ്തിട്ടില്ല. കൊണ്ടാട്ടത്തിലെ കുറച്ച് ലൈൻസ് ശരിക്കും ലാലേട്ടന്റെ കാര്യം, ഈ കടലേഴും പിന്മാറും ആഴക്കൺ നോട്ടം, മുരുകനും മോഹൻലാലിനും ഒന്നിച്ചു കൊടുത്തു. അതെ, മുരുകനി തുടങ്ങി, മുരുക ഭക്തിഗാനായിട്ട് തുടങ്ങിയെങ്കിൽ ഇടയ്ക്ക് വന്നത് മോഹൻലാൽ ഭക്തിഗാനായി മാറിയോ എന്നൊരു സംശയം. ഇലുമിനാറ്റിയിലെ ഓരോ വരിയും രംഗണ്ണനെ പറ്റിയുള്ള അവയസ്തിന്റെ ക്യാരക്ടറിനെ പറ്റിയുള്ള വരികളാണ്. കാരണം പുള്ളി ഒരു ഡോൺ ആണല്ലോ, പക്ഷെ ബാംഗ്ലൂർ ബേസ്ഡ് ഡോണാണ്. പക്ഷെ നമ്മൾ അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം റിലേറ്റ് ചെയ്യുന്നത് ബോംബെ അണ്ടർവേൾഡ്, ഏറ്റവും വലിയ അണ്ടർവേൾഡ് നമ്മൾ കേട്ട് പേടിച്ച മറ്റേ വലിയ ഡോണുകളൊക്കെ ഉള്ളത് ധാരാവിയിലാണ്. അപ്പോൾ അവര് രംഗണ്ണനൊന്നും അവിടെ വന്നിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണും എന്ന രീതിക്കാണ് ആ ലൈൻ അപ്രോച്ച് ചെയ്തത്. അവിടെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ആക്ച്വലി ചെയ്തിട്ടില്ല. പക്ഷെ അതിലെ അർമാദം എന്ന് പറഞ്ഞ പാട്ടില് കേക്ക് മുറിക്കുന്നൊരു ഇതിനകത്ത് മറ്റേ ഇരു കണ്ണിനഴകെ എന്നൊക്കെ പറഞ്ഞ് അത് വേണമെങ്കിൽ ഫഹദിന്റെ കണ്ണുമായിട്ട് ചേരുമല്ലോ. കാരണം കേക്കിനകത്ത് തന്നെ ഈ രംഗണ്ണന്റെ ഫോട്ടോ ആണുള്ളത്, അത് തന്നെ രംഗണ്ണൻ മുറിക്കുന്ന അങ്ങനെ കോമഡി സീനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വേണമെങ്കിൽ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഹാഫ് ഉദ്ദേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കൊണ്ടാട്ടത്തിലെ കുറച്ച് ലൈൻസ് ശരിക്കും ലാലേട്ടന്റെ കാര്യം, ഈ കടലേഴും പിന്മാറും ആഴക്കൺ നോട്ടം, മുരുകനും മോഹൻലാലിനും ഒന്നിച്ചു കൊടുത്തു. അതെ, മുരുകനി തുടങ്ങി, മുരുക ഭക്തിഗാനായിട്ട് തുടങ്ങിയെങ്കിൽ ഇടയ്ക്ക് വന്നത് മോഹൻലാൽ ഭക്തിഗാനായി മാറിയോ എന്നൊരു സംശയം. ഉള്ളിലുള്ളത് ഇങ്ങനെ പുറത്തു വരുന്നതാണ്. അങ്ങനെയല്ല, നമ്മള് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ എന്ന് നേരത്തെ അങ്ങനെ ഞാൻ എന്നെ സ്വയം ടാഗ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാവരുടെയും ഫാൻസ് ആണ്. നമ്മൾ എന്റർടൈൻ ചെയ്ത എല്ലാ ആക്ടേഴ്സിന്റെയും, ഞാൻ ആക്ടേഴ്സിനെക്കാളും കൂടുതൽ ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന ആളുടെ ഫാനാണ്. അതായത് ഡയറക്ടർ, റൈറ്റേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ്, ലിറിസിസ്റ്റ്, ഇവര് ക്രിയേറ്റേഴ്സിന്റെ ആണ് കൂടുതൽ ഞാൻ ശരിക്കും ഫാൻ എന്നുള്ള. എനിക്ക് ടാഗുകൾ ശരിക്കും ധോണിയുടെ കാര്യത്തിലും വിദ്യാസാഗറിന്റെ കാര്യത്തിലാണ്. എന്നെ കൂട്ടുകാരൊക്കെ പണ്ടുപോലെ ഇവൻ ധോണി ഫാനാണ്, ഇവൻ വിദ്യാസാഗർ ഫാനാണെന്നാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ വിളിച്ചിട്ടുള്ളതൊക്കെ കുറച്ച് ഡയറക്ടേഴ്സിന്റെ ഫാൻസ് ആയിട്ടാണ്. അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ടുള്ളത്.